ഓ ഇതാണോ അച്ഛൻ പറഞ്ഞ പുലി? കാണാൻ പക്ഷെ ഒരു ലുക്കില്ലല്ലേ? അതെ, കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ആനക്കാട്ടിൽ അച്ഛൻ തന്നേച്ചാ തന്നേ. ഓ വിളിച്ചിരുന്നു. ആ വന്നാട്ടെ. വിചാരിച്ച പോലെ ആള് മഹാഭാവോ. ആനക്കാട്ടിലച്ഛന്റെ ഇടവേഗം നാലിയോ? അതെ അച്ഛോ. ആരാ ഈ തോപ്പിൽ ജോപ്പൻ? ഞാനന്നേ. പ്രണയ നൈരാശ്യം മൂലമുള്ള കടുത്ത മദ്യപാനം. ആ ശരിയാക്കി എടുക്കാം. ആനക്കാട്ടിൽ അച്ഛൻ എഴുത്തി കൂടെ കുത്തിയതാ. എഴുത്തു കുത്തെന്ന് കേട്ടിട്ടില്ലേ? അതാ. അപ്പൊ ബാക്കിയുള്ള ഒരു ജോപ്പന് കൂട്ടു വന്നതായിരിക്കും അല്ലയോ? ഞങ്ങളും വിശ്വാസികളാണ്. അതെ, ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവർ. അച്ഛനതെങ്ങനെ മനസ്സിലായി? അതെ, ഇവിടെ ചില നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട്, അത് കൃത്യമായി പാലിച്ചിരിക്കണം. കേട്ടല്ലോ? ഈ നിയമങ്ങളൊക്കെ പാലിക്കാത്തവരെ ഇവിടുന്ന് പുറത്താക്കുമായിരിക്കും അല്ലേ അച്ഛോ? ഒരിക്കലുമില്ല. അവരെ നിയമങ്ങൾ പാലിക്കാൻ പ്രാപ്തരാക്കും. കഠിനമായ വ്രതങ്ങളിലൂടെയും കടുത്ത ധ്യാനമുറകളിലൂടെയും അത് സാധിപ്പിക്കും. കുഞ്ഞേ, കഠിനമായ ധ്യാനമുറകൾ എന്നാന്ന് മനസ്സിലായോ? ഇല്ല. പട്ടിണിക്കിട്ട് അനുസരിപ്പിക്കുമെന്ന്. തോപ്പിൽ ബാസിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ജോപ്പൻ. അത് തന്നെ. ദാ നിയമങ്ങളും പ്രാർത്ഥനാ സമയങ്ങളും ഒക്കെ ഇതിലുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ബാക്കിയൊക്കെ വാൾഡിയേഴ്സ് പറഞ്ഞു തരും. അപ്പൊ ശരി, ധ്യാനം തുടങ്ങാറായി. പെട്ടിയും പ്രമാണങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ടേ ഹാളിലേക്ക് വന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ അച്ഛോ. ഒന്ന് നിൽക്കൂ. ഇത്രയും വിനയം വേണ്ട, വിനയപ്രസാദായി പോവും. ഓ, ഒരു പൊടിക്ക് കുറച്ചുള്ളൂ. വിനയം 2 ഇഞ്ച് കുറച്ചിട്ടുണ്ട്. പോടാ. ഷാജിയണ്ണൻ അന്തറിൽ പോയപ്പോ നീയൊക്കെ ഇവിടെ മെണച്ചു കുത്തി നടക്കായിരുന്നടാ മൈ ഡിയറുകളെ. വേണ്ടാന്ന് വിചാരിച്ചപ്പോ എല്ലാവരും കൂടി തലേ കയറി തിണ്ണം മെഴുകി നിരങ്ങി. നിനക്കൊന്നും അറിയേല ഈ വടിവാൾ പ്രാചീനെ. ഞാൻ കളിച്ച വാളെടുക്കും, അടിച്ച വാള് വെക്കും. എന്നെ കൊണ്ട് വെറുതെ ടൂൾസ് എടുപ്പിക്കല്ലേ. എടുത്താൽ ഇവിടെ റെഡ് കളറുള്ള ബ്ലഡ് ചെതറും. കേട്ടാടോ ബ്ലഡി പോർക്കുകളെ. ഒട്ടനി തന്റെ ലോകം മതി. എന്താടാ പന്നി, കള്ളൊഴിക്കുമ്പോ കോൺസെൻട്രേഷൻ കളയുന്ന 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആക്രാന്തിച്ച് പോകുക ആശാനെ. ആരാണ് എന്റെ കൂടെ വന്നേക്കെന്ന് അറിയാവാ? ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാടാറ് ടീമാണ്. ആടാറെന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. ഹിന്ദിയിലും പാടും, വെട്ടിനടയിൽ പോടും. കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ, തലൈവറുകൾ തിരുവടികൾ കയ്യിലെടുത്ത് തമ്മാനമാടിയ വീരപ്പാന്റെ കറ്റബൊമ്മൻ. ഈ ശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ടാ. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ്. ബോംബെ ഈ ബായി ഉണ്ടല്ല, നമ്മക്കടെ കൂടെ ചേരാൻ വന്നേക്കണേന്. ചേരാനെന്താടപ്പേ, ഇത് സ്കൂളാ. എന്റെ ഷായി എന്ന ഈ ബായി ഉള്ള ഈ ബായി ബോംബെയിലായിരുന്നു. മുംബൈന്ന് പറയും. അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ കൊണ്ട് നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലാ. ഇതാണ് ബായി ഷായി എണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുറി 2, എന്നിട്ട് ഒരു മുറിയിൽ പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. ആ ബായി ഒരു മിനിറ്റ്. ആശാനിങ്ങനെ വന്നേ. എനിക്ക് ഷായണ്ണ, എനിക്ക് നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന്. ഇത് വേറും കുരിശല്ല, പൊന്നും കുരിശാൻ ഷായണ്ണ. കശി ബോംബെയിലെ ബെള പാർട്ടിയായിരുന്നു.
ബോംബെയിലെ വലിയ കട്ടൻ കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയിൽ നന്നാക്കി റിസ്ക് കളിക്കുന്നത്? എന്തോ കേസിൽ പെട്ടവർന്ന് ചാലായതാണ്. നമുക്കതറിഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ആള് ഗുലാംബരിച്ചാണെന്ന്. നമുക്ക് ഈ ചീട്ടറക്കൊരു കളി കളിച്ചാലാ? കൊച്ചിയിലെ കുലുക്കി കുത്തി കളിക്ക് ഷാജി ഒറ്റക്ക് മതിയാടാ. കണ്ണൂർ വെയ്യോര് ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാനത് കേൾക്കണത്. എന്റെ പൊന്നു ഷായി എന്ന അണ്ണൻ അന്തരി പോണേക്ക് മുമ്പുള്ള കളമല്ലപ്പ. പണികറിയാവുന്ന നല്ല പിള്ളേര് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫീൽഡ്. പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാ? ഒരു കുഴപ്പമില്ല. 3.5 നടന്നാ പിന്നെ ഡോൾബി ചുമയും DTS കുറയല്ലേ? ചുമയും കുറയും ചത്തുപോയ നിന്റെ തന്റെ എസ്തമാരാടാ കഴിവരടാ പോലെ. ഇത് ടിവിയുടെ അസുഖണ്ടാ. TV അല്ലടാ TV. നല്ല മഞ്ഞക്കളർ കളർ TV ആണല്ലോ. TV മാത്രല്ല ആന്റിനെ ഉണ്ട്. ആശാനെ കാര്യം പറയുമ്പോ കോണാമ്പൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. അവനെ നമ്മുടെ കൂടെ ചേർത്തില്ലെങ്കിൽ അവൻ വേറെ വല്ല സെറ്റിന്റെ കൂടെ ചേരും. പണി അറിയാവുന്ന ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിലേ കൊട്ടേഷൻ വർക്കിന്റെ 8 കളി നമുക്ക് കിട്ടും. ഈ പ്രാഞ്ചിക്ക് പ്രാന്താണ് ആശാനെ. പക്ഷെ മോനെ ഷാജി, ഒന്ന് ആലോചിക്കണയാണേലും ഇവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ആശാന് വേറെ പണിയൊന്നുമില്ല, വെറുതെ വാലുമുറിയാണ്. നീ നിക്ക്, എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ. ചെല്ലു ചെല്ലു. ഡെൻവർ ആശാൻ. ബോംബെയില് ആരുടെ കൂടെയായിരുന്നു? പ്രധാനപ്പെട്ട എല്ലാ ഗാങ്ങിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില്. കരിൻലാലയുടെ ഹാജി ബസ്താന്റെ ഒക്കെ കാലത്ത്. എന്താ ബോംബെന്ന് വിട്ടത്? ഉടായ്പ വല്ല ഒപ്പിച്ച് കാണൂല്ലേ? ഇവിടെ ഇങ്ങോട്ട് കിട്ടി. കിട്ടിയതിന്റെ പലിശ തീർത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്തതല്ലേ, ഇന്ത്യക്കാരന്റെ കൈ കൊണ്ട് ചെത്ത അവാർഡൊന്നും കിട്ടുമല്ലോ. ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്താണ്? പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ. കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ചെയ്യാൻ അറിയും. എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ കൂടെയൊക്കെ ഒന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതികേടൊന്നുമില്ല. ഡെൻവർ ആശാനെന്ന് കേട്ടാ ഏത് ഏരിയയിലെ പണിക്കാരൊന്ന് വിറയ്ക്കും. കണ്ണൂർ, വെയ്യൂര്, തിരുവനന്തപുരം, കേരളത്തിലെ ഈ 3 സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് പോലെയാണ്. ഒറ്റ കൊട്ടേഷൻ കിട്ടിയ ആമ്പലാണെന്ന് പറഞ്ഞ് പോകുന്നതാണ് ഇപ്പൊ. ഉണ്ടാക്കല്ലേ. ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് ഡെയിലി പൈൻ്റ് അടിക്കാൻ തികയണില്ല. ഇത് ലാസ്റ്റിലെ മക്കളുടെ വായില് മണ്ണ് കയറുന്ന സ്കീമാണ്. നിങ്ങൾ അവനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പിടിച്ച ഡെയിലി വൈറ്റിൽ പൊറോട്ടയും ബീഫും തന്ന സ്കീമാണ്. അവസാനം ലാബ് അവന് റിസ്ക് മുഴുക്കണം. നമുക്കെന്ന പ്ലാനാണ് ആ പന്നിയുടെ മനസ്സിലെങ്കിൽ അതങ്ങ് പരപ്പനങ്ങാടി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ ഷായി എന്ന ഒരു ത്വാപ്പും പടി പാലൂട്ടായി ഇവിടുന്ന് അങ്ങാട്ടും അവിടെ ഇങ്ങോട്ടും പോവാം. അവനൊരു ഉപകാരം, നമുക്കൊരു പലഹാരം. ഫസ്റ്റിലൊരു കാര്യം പറഞ്ഞേക്കാം. അവസാനം ബോംബെയിലെ ജാഥയാണ് മറ്റോടത്ത് മറിച്ചവനാണെന്ന് പറഞ്ഞ് ജാഥ എടുക്കാൻ വന്നാലാണ് ഷാജിനെ തനി കുണറിയാൻ പോണത്. എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. തൽക്കാലം താൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. കിട്ടണതിലൊരു പങ്ക് അങ്ങാട് തരും. അപ്പൊ കാണുന്നവനെ അച്ചാന്ന് വിളിക്കണ സീൻ കാണിക്കരുത് കേട്ടാ. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പണം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹെ ഭായ്. കാള വരുന്നേ, കാള വരുന്നേ, വേലു വരുന്നേ. പുതിയ ഇനം ജേഴ്സി പശുക്കൾ, വയസ്സറിയിച്ച സിന്ധി പശുക്കൾ, സുന്ദരികളായ വിദേശ പശുക്കൾ, പഴയ നാടൻ പശുക്കളുണ്ടോ പശുക്കൾ? കാള വരുന്നേ, വേലു വരുന്നേ. ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ലോ. പിന്നെ നിങ്ങൾ എങ്ങോട്ടേക്കാ? വേലുണ്ണന്റെ കാളയ്ക്ക് ഇനി തൊഴിലില്ലായ്മ വേതനത്തിന് അപേക്ഷിക്കേണ്ടി വരും. ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല. ചവിട്ടി ഡോക്ടർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആശുപത്രിയിൽ ഒരു കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട്. ഇനി മുതൽ പശുക്കളെ കുത്തിവെച്ചാൽ മതിയെന്നാ കൊച്ചു ഡോക്ടറെ നിയമം. ഗോഡ്. അപ്പൊ മൈ പാർട്ണർ ഡോക്ടർ സുശീലൻ അത് നിന്നിപ്പ കമ്പൗണ്ടറായി. കുത്തിവെപ്പ് ഈ നാട്ടിലെ ഏത് കന്യകമാരുമായി രമിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്റെ ഈ ഓച്ചിറക്കുട്ടിന് മാത്രമുള്ളതാ. അയ്യടാ, ആദ്യം ഈ നാശത്തിൽ ഒന്ന് പിടിച്ചു മാറ്റ. എപ്പ കണ്ടാലും വൃത്തിയായിട്ട് ഒരു നോട്ടവും സൈറ്റടിയും. നെകളിക്കണ്ട, വിത്തുകാളെ ഇനി അമ്പലക്കാളയായി പിച്ച തണ്ടേണ്ടി വരും. ഏതവൻ വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞില് മണ്ണിട്ടോ പാസ്പോക്കും ഞാൻ. എന്റെ കരിങ്കണ്ണിനാവും പണി കണ്ടക്കും. കൊച്ചു ഡോക്ടർ
വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. എന്താണോ? ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ ഓച്ചിറ വേലു. വണ്ടി തിരിച്ചു വിട്ടോ. എന്തൊരു സ്പീഡ്, എന്തൊരു സേഫ്റ്റി. ഷാജി എന്നും കൈ നീട്ടി ഒന്ന് തന്നാലുണ്ടല്ല, നീ രണ്ടിനും കൂടി ഒന്നിച്ചു പോകും. ആരാടോ ഷാജി? സ്ഥലം എസ് ഐ അല്ലളിയാ, ഈ മിമിക്രിക്കാർ ജയന്റെ സൗണ്ട് എടുക്കുമ്പോൾ പറയാറുള്ളൊരു ഷാജി ഇല്ലേ? ഏത് പോർക്കട പന്നീന്നൊക്കെ പഠിപ്പിക്കണത്? ഷാജി എന്നുള്ള പേര് കേട്ട് അറിഞ്ഞുവിടറാ. ഗുണ്ട കിടന്ന് പറഞ്ഞു കൊറ. കുട്ടികളെ, ഗുണ്ടകളുടെ ശാസ്ത്രീയ നാമമാണ് ഷാജി. നീ വലിയ മിമിക്രിക്കാരനാണല്ലേടാ. നീ ജയനെ കളിയാക്കുവാടാ, കളിയാക്കുവാ. ഇനി നീ ആ പെണ്ണിന്റെ പുറകെ നടക്കുവോ? മുമ്പിൽ നടക്കുവോ? അപ്പൊ ഇങ്ങനെയൊക്കെ കയറാൻ നിനക്ക് അറിയാതെ അച്ചാണക്ക്. നിങ്ങൾ കൂട്ടുകാരികളെ വേണ്ട ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ആ പൊട്ടം പുഷ്പിക്കണുണ്ടല്ല. ഈ പൂങ്കാവനത്തിൽ പഠിക്കാൻ പറ്റാതെ നഷ്ടമായി പോയി. നമുക്കിനി കോളേജ് കൊട്ടേഷൻ പിടിച്ചാൽ മതി. ചെറിയ പിള്ളേരല്ലേ, ഒരു ത്രില്ലില്ല. ആ മാസാൻ ഇവൻ ഇതുവരെ കിട്ടിയത് മതിയായില്ലേ? ഈ പന്നിയുടെ നട്ടലിന്റെ ടവർ ബോൾട്ട് എടുക്കും ഞാൻ. ചക്ക് ദേ ഇന്ത്യ. ബോംബെ വാ. അടുക്കരുത്, അടുക്കരുത്, അടുക്കരുത്. ഷായി, ഷായി. എന്റെ പൊന്നു വെങ്ങാമാലി, ഞാൻ ഇവിടെ നിന്ന് വിളിച്ചോട്ടെ. ഇതെന്താണ് ബാറിൽ നിന്ന് വെള്ളം ഒഴിച്ചപ്പോ BP കൂടിയ? ഇത് BP ചിരിയല്ല, ആനന്ദ ചിരിയാ. ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടില്ല. തന്റെ കരിങ്കൊണ്ടുകൊണ്ട് അവനെ ഈ നാട്ടിൽ നിന്ന് തുരത്തിയില്ലേ? ഇനി അവൻ ഈ മണ്ണി കാലൂത്തൂല. വാ വാ. എന്നെ പിടിക്കാണ്ട് തുണി തൂണ് മാറിപ്പോയി. ഇതും കൂടി അകത്താക്കിയാല് അവനെ ഓടിച്ചതിന്റെ ആഘോഷം തീരും. വാ തുറക്ക്. തുറന്നു. തന്റെ ഈ കാളവാ തുറക്കാനല്ല പറഞ്ഞത്, വാതില് തുറക്കാൻ. വാതില് തുറക്കരുത്. തുറക്കരുതെന്നാ? ഇവന്താ പൗഡറൊക്കെ ഇട്ട് ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആണാ? എന്ത് നൈറ്റ് ആയാലും ശരി, അതിനകത്ത് ആളുണ്ട്. അതെന്റെ മുറിയാടാ. രാത്രിയിലുള്ള നിന്റെ ജമയില് കണ്ടപ്പോ എനിക്ക് തോന്നി. അതെ അതെ. ഏത് കാലത്ത് വാഴക്കുഴി പ്രസന്നയോ അതോ റീനയോ? ഏതായാലും ശരി, അതിനകത്ത് ഒരു ശല്യം ഉണ്ടാക്കരുത്. ഇപ്പൊ തനിച്ചായല്ലേ? എടാ കണ്ണീർ ചോരയില്ലാത്തവനെ, ഇന്നലെ വരെ ഈ കാര്യത്തിൽ നമ്മൾ 50-50 ആയിരുന്നു. എനിക്ക് കിട്ടിയാ പറ്റും. ഇപ്പൊ കിട്ടിയില്ലേ? ആ കാല് കണ്ട നല്ല ഇളം പൈക്കിടാവിന്റെ പോലത്തെ കാല്. എവിടെ ഒന്ന് കണ്ടോട്ടെ. ഇത് പ്രസന്ന. അയ്യോ, അമ്പടി കള്ളി പശു. എടാ പശുല, ശിശുല, ഇത് പശു അല്ലടാ, കാളയാ. അപ്പൊ നീ പോയില്ലല്ലേ? എന്റെ മുറിയിൽ എന്റെ ബെഡിൽ പുറപ്പും പിടി നീ സുഖിച്ചേർന്ന് പറഞ്ഞല്ലേ? ആരോ നിന്നോട് കൂടെ താമസിപ്പിച്ചത്? ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഈ നിമിഷം. ചുമ്മാതല്ലോ, കൃത്യമായി വീതം പറഞ്ഞ് വാടക ഉറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വാടകയ്ക്കല്ല, ഈ വീട് വിലക്കെടുക്കാന്ന് പറഞ്ഞാലും ശരിയാണ്. നിന്നെ ഇവിടെ താമസിപ്പിക്കുന്ന പ്രശ്നമില്ല. ഏത് വകുപ്പിൽ? ഈ വീടിന്റെ എഗ്രിമെന്റ് എന്റെ പേരില്ല. ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കുന്ന തീരുമാനിക്കുന്നത് ഞാനാ. ഓസിന് പുറപ്പിക്കുന്നോ പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളൽ നടത്തണോ? എടാ പ്രഭുദേവാ, എടാ നിന്നെടാ. ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാൻ ഇറക്കുന്ന വൈദ്യനാണല്ലേ? അതെ, നിയമപരമായി വിത്തുകാളകളുമായുള്ള ഇൻസെമിനേഷന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ്. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിലെ ഏതെങ്കിലും ഗോകന്യക താമൂലം അവിഹിത ഗർഭം ധരിച്ചെന്ന് അറിഞ്ഞാ തന്റെ സിറിഞ്ചാൻ ഉടച്ചളയും. ഈ ഓച്ചറ വേലും ആരാണെന്ന് എനിക്കറിയോ? കാണിച്ചരാ. എന്തൊരു കാറ്റ്, എന്തൊരുറപ്പ്.
എന്റെ മധ്യപരമ്പര ദൈവങ്ങളെ ഇതുകൊണ്ട് അങ്ങനെ മിന്നിച്ചേക്കണേ. ഒരു മരുന്നിന് പോലും ബാക്കി വെച്ചില്ലല്ലോടാ ചവമേ. ഞാനിതടിച്ചതേ എന്റെ ആത്മാവിന്റെ മുറിവുണക്കാനായിട്ടാണ്. എന്തിന്റെ ആത്മാവിന്റെ? ആ ഭാഗ്യത്തിന് എന്റെ അവിടെ ഒന്നും മുറിഞ്ഞില്ല. മുറിയാത്ത ആശാന് ചിരിക്ക. ലോകം മുഴുവൻ കീഴടക്കിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? ഷായിയേ, ഓ ഈ കോളേജ് പിള്ളേർ 5 പൈസയുടെ വിവരമില്ലാത്തവന്മാരാണ് കേട്ടാ. ഈ കണ്ണൂരെന്താ വിയൂരെന്താ ദുർഘടാപ്പനും അറിയില്ലെന്നേ. പിന്നെ പോത്തിനെ ഏത്തക്കാന്ന് പറഞ്ഞ കോപ്പല്ലേ. ഇതൊന്നും അറിയാതെ ഈ പിള്ളേരെങ്ങനെ ജീവിക്കും? നല്ല പിള്ളാരാണ്. പൊക്കിള് തീർത്ത് പുഷ്ടിക്കായിരുന്നു ഇടി. ഞാനൊരു ലേഡീസ് ആകാനത് ഭാഗ്യം. അല്ലെങ്കിൽ ഗർഭം കലങ്ങി പോയതിന്. നീ വലിയ വെടിവാൾ പ്രാഞ്ചിയല്ലേ, എന്നിട്ട് ഈ വാൾപ്പയറ്റൊന്നും കണ്ടില്ലല്ലോ. ആകാശത്തുനിന്ന് താഴെ ഇറക്കിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ. പിന്നെ വാൾപ്ലേറ്റ് നടത്താൻ ടൂൾ എവിടെ ഇരിക്കുകയാണ്. ആകെയുള്ള ഒരു പാക്ക് വെട്ടണ വിച്ചാങ്കത്തിയാണ്. അതാണെങ്കിൽ ആശാനെടുത്ത്. പിന്നെ വടിവാളെന്ന് പറഞ്ഞ തുരുമ്പിച്ചൊരു സാധനം. അതുകൊണ്ട് പഴം മുറിച്ച പഴത്തിന് വരെ ഇക്കിളിയാവും. അതാണെങ്കിൽ ഷാജിയണ്ണന്റെ കയ്യില്. അത് വെച്ച് പയറ്റിയിട്ട് കണ്ടല്ല. മുറിവാള് വെച്ച് പയറ്റാൻ വടക്കം വീരഗാഥ സിനിമ. വാള് പോയി. അത് പോയത് നന്നായി. തുരുമ്പ് കൊണ്ട് സെപ്റ്റിക്കായി ചാവൂല്ലല്ലോ. കുത്തിവെപ്പിന്റെ കാശ് ലാഭം. പറഞ്ഞ പോലെ നമ്മുടെ ബോംബെക്കാരനെ കണ്ടില്ലല്ലോ. ഇനി അടികൊണ്ട് അധോലോകത്തിലേക്ക് തന്നെ പോയാ. ഞാനെന്നെ പറഞ്ഞില്ല പന്നി ഉടായിപ്പാണ്. അങ്ങനെ വരുവാ. എത്തിയല്ല. എവിടെ പോയേക്കണേന്ന്? സുഖം തന്നെയാണല്ല. താനെന്താണ് ബോംബെ പറഞ്ഞു വരണത്? ഇത് പ്ലാനിങ്ങിന്റെ കുഴപ്പശാനെ. എന്നുവെച്ചാ നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാവണം. അധോലോകത്ത് ഞങ്ങൾ അങ്ങനെയാ. അപ്പൊ നമുക്ക് ആ കരുണൻ കോൺട്രാക്ടറെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയല്ല? അല്ല, പ്ലാൻ ഉണ്ടാക്കണ്ടേ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അടുത്ത പടി വരട്ടെ. നമുക്ക് ഈ പ്ലാനിങ്ങിന്റെ കുറവ് അങ്ങോട്ട് തീർക്കാം. എടോ ബോംബെ, താൻ തന്നെ ഒരു പ്ലാൻ അങ്ങാട്ടിട്. മേ വരുമ്പോ ഹേ അല്ല ഹും വെക്കണം. തും വെച്ചാലോ? ഹോ വെക്കണം. ആപ്പ് വെച്ചാലോ? അപ്പൊ തിരിച്ചു വെക്കണം. ചേച്ചി പണ്ടൊന്ന് ചാൻസ് ചോദിച്ചപ്പോ റിലീസായ പടമാണ് ദേ അവിടെ നിന്ന് ബിസ്ക്കറ്റ് തിന്നണത്. അതോ ചില തൈക്കളവിന്റെ അടിമാര് പറയണ പോലെ ഇനി നായികയായിട്ടുള്ള ഷാജിയണ്ണൻ അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മ വേഷമല്ലേ സിനിമാക്കാര് കൊടുത്തത്. ചേച്ചി അമ്മ വേഷത്തിൽ അഭിനയിക്കുന്നില്ല, ജീവിക്കല്ലേ. കളിയാക്കടാ. ഒരു സിനിമാക്കാരൻ വീർപ്പിച്ച് തന്ന വയറ് തന്നെ എന്റെ. അന്നേ അതങ്ങ് കലക്കി കളഞ്ഞിരുന്നെങ്കിലേ ചിലപ്പോ ഞാനും ഒരു നടിയാവുന്നടാ. വാ എസ്കേപ്പ്. അല്ലെങ്കിൽ ചേച്ചി നമ്മളെയും കലക്കും. അല്ല ബ്രാഞ്ചി, സത്യത്തിൽ ആ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്ന് മദിരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. പുല്ലു തിന്നുന്ന ക്രാവായിട്ട് പോയി പാല് കിടക്കുന്ന പശുവായിട്ട് വന്നു. ആരാണ്ട എന്നെ പിടിച്ച് കെട്ടിട്ട്? നായികയുടെ മുടി ഒറിജിനലാണോ വിഗാണെന്ന് ചോദിച്ചേ ഉള്ളൂ. നീ വന്നേ. ഏത് സിനിമാക്കാരെ പോർക്കടാ പന്നി പ്രാഞ്ചിനെ കെട്ടിട്ടത്? നടിയുടെ തുണി പിടിച്ച് വലിച്ച പിന്നെ കെട്ടിയിടാതെ പുന്നാരിക്കണോ? ഞാൻ വലിച്ചില്ല. പോർക്കെന്നോണ പറയണ സുരേഷ്. എന്തൊരു കീറാണാ പ്രാഞ്ചിയത്? ഇത് വല്ലൊരു കീറാണാ? നമ്മുടെ ബോംബെയുടെ കീറലായിരുന്ന അത് കറക്റ്റ്. അത് പറയുമ്പോ കണ്ട രോമൊക്കെ എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണ. ഇത്രയും മുട്ടം കാട്ടൻ ഡയലോഗ് അമിതാഭ് ബച്ചൻ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴല്ലേ ബോംബെ ഒറിജിനൽ ബോംബെ ആയത്. മോനെ ഷായി, നീ എന്താണ് കുട്ടീന്ന് ചിരിക്കണത്? ഇങ്ങനെ നിന്ന വണ്ടിപ്പേറ്റ ഷാജി കുണ്ടിപ്പേറ്റ ഷാജിയാവും. അത് കറക്റ്റ്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു എളിയ ആഗ്രഹമുണ്ട്. ബോംബെയുടെ ആ സുനെ ഒന്ന് കാണിച്ചു തരാമോ? ആശാന് കാര്യം പറയുമ്പോ കോമഡി ക്ലാപ്പിക്കരുത്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. നീ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല? ഞാൻ പണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തോരനുണ്ടാക്കി തിന്ന്. ഇനി കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാലാ മച്ചു ആ തോക്കെന്ന് കാണിച്ചു കൊടുത്തേ.
अरे वो सांबा आप तो गोली खाओ. കള്ളത്തോക്കായിരുന്നല്ലേ? കള്ളത്തോക്കായിരുന്ന എടാ ബോംബെ ആക്ടിങ് ആയിരുന്നല്ലേ? നീ ബോംബെക്കാരനല്ലടാ, ആറ്റം ബോംബ്, ആറ്റം ബോംബ്. ഇനി കൊച്ചിയിൽ നമ്മളൊരു കലക്കും. കൊച്ചി മാത്രമല്ല, മരട്, മാമംഗലം, പട്ടാഞ്ചേരി, പനങ്ങാട്, പനമ്പുകാട്, പാടം, മുൻകുംപാടം, വല്ലാറുവാ, വടുതല, വയറ്റിലെ വൈപ്പിങ്കര, കണ്ണമാലി, കടമക്കുടി, കുമ്പളങ്ങി, തേവര, സമ്മനം, തോപ്പും പടി. ഇനി നമ്മളിവിടെ കിടന്നൊരു ചെതറും. എറണാകുളം നമ്മള് കുളമാക്കി എടുക്കും. എന്താ